കലാമണ്ഡലം സത്യഭാമയ്ക്കൊപ്പം യൂട്യൂബ് ചാനലിനെതിരെയും അഭിമുഖം നടത്തിയ ആൾക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ. പരാതി നൽകുന്നത് സംബന്ധിച്ച് നിയമോപദേശം തേടി. തനിക്കെതിരെ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും രാമകൃഷ്ണൻ വ്യക്തമാക്കി. മോഹിനിയാട്ടത്തിന് വേദിയൊരുക്കിയ സുരേഷ് ഗോപിക്ക് രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. മനോജ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. മനോജ്, ഗുരുതര ആരോപണങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും മനു, കഴിഞ്ഞ ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു പരാമർശവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത്. പിന്നാലെ അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സുരേഷ് ഗോപി ഉൾപ്പെടെ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചുകൊണ്ട് തന്റെ ക്ഷേത്രത്തിലേക്ക് ഇത്തരത്തിൽ ഈ കലാരൂപം അവതരിപ്പിക്കാനാകുമോ എന്ന് ഒരു ക്ഷണം അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് നന്ദി പറഞ്ഞു. അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഈ അധിക്ഷേപത്തെ നിയമപരമായി തന്നെ താൻ നേരിടും. ഇതിന്റെ ബാക്കി പത്രമായി ഇനിയും ഈ വിവേചനം അവശേഷിക്കരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ തനിക്കെതിരെ ഈ കലാമേഖലയിൽ ഒരു ലോബി പ്രവർത്തിക്കുന്നതായും അദ്ദേഹം പറയുന്നുണ്ട്. നിരന്തര വിവാദങ്ങൾക്ക് പിന്നിൽ അത്തരം ലോബികളാണെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്തായാലും ഈ കലാരംഗത്ത് പുതുതായി കടന്നു വരാൻ ആളുകൾ ഉള്ളപ്പോൾ അവർക്കൊക്കെ, അതായത് ഈ പട്ടികജാതിയിൽപ്പെട്ടതും അതുപോലെ തന്നെ കറുത്തവരായിട്ടുള്ളവരും ഒക്കെ ഇത്തരത്തിൽ അവഹേളനങ്ങൾ നേരിടേണ്ടി വരുന്നു. അത് തന്നെയാണ് തനിക്കും നേരിടേണ്ടി വന്നത്. എന്തായാലും നിയമപരമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് നിയമ വിദഗ്ധരോട് ഉപദേശം തേടിയിട്ടുണ്ട്. നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ സുരേഷ് ഗോപിയും ഇക്കാര്യത്തിൽ, അതായത് നിയമപരമായി തന്നെ ഇക്കാര്യങ്ങൾ നേരിടണമെന്നുള്ള കാര്യമാണ് സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള പിന്തുണയും ഈ RLV രാമകൃഷ്ണന് നൽകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ എല്ലാ മേഖലയിൽ നിന്നും RLV രാമകൃഷ്ണന് പിന്തുണ ലഭിക്കുന്നുണ്ട്. അദ്ദേഹം ഈ കലാരൂപം, അതായത് പണ്ട് മുതൽക്കേ തന്നെ അദ്ദേഹം ഇഷ്ടപ്പെട്ടുകൊണ്ട് അദ്ദേഹം പഠിച്ച് ഈ ഒരു കലാരംഗത്തേക്ക് വന്നതിന് ശേഷം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള അവഹേളനങ്ങളെ കുറിച്ചെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ സത്യഭാമ നടത്തിയിട്ടുള്ള പരാമർശം, അത് കാക്കയുടെ നിറമായിട്ടുള്ള ഈ രാമകൃഷ്ണനെ ഇത്തരത്തിലൊരു മോഹിനിയാട്ടം അവതരിപ്പിക്കുമ്പോൾ അത് അരോചകമായി തോന്നുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അതിനുശേഷവും മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വളരെ ധാർഷ്ട്യപൂർവ്വമായിരുന്നു ഈ സത്യഭാമയുടെ പ്രതികരണം. അതിൽ കലാമണ്ഡലം തന്നെ ഈ സത്യഭാമയ്ക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ പരാമർശവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികൾ സ്വീകരിക്കും. അതിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് രാമകൃഷ്ണന്റെ നിലപാട്. അതോടൊപ്പം അദ്ദേഹത്തിന് പിന്തുണയും ലഭിക്കുന്നുണ്ട്. സുരേഷ് ഗോപി അടക്കം അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ഈ മാസം 28-ാം തീയതി കൊല്ലം ഭരണിക്കാവ് ക്ഷേത്രത്തിലാണ് ഈ രാമകൃഷ്ണനെ ക്ഷണിച്ചിട്ടുള്ളത്. എന്തായാലും ആ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് തന്റെ കലാരൂപം അവതരിപ്പിക്കുമെന്ന് തന്നെയാണ് രാമകൃഷ്ണനും അദ്ദേഹത്തിന് വാക്ക് നൽകിയിട്ടുള്ളത്. എന്തായാലും ഫോണിലായിരുന്നു സുരേഷ് ഗോപി ഇന്ന് രാമകൃഷ്ണനെ ബന്ധപ്പെട്ടത്. ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഈ വിഷയത്തെ സംബന്ധിച്ച്. പിന്നീട് അദ്ദേഹത്തെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഈ ക്ഷണം അറിയിക്കുകയായിരുന്നു. എന്തായാലും വലിയ സന്തോഷത്തിൽ തന്നെയാണ് RLV രാമകൃഷ്ണനും സുരേഷ് ഗോപി ഇത്തരമൊരു ക്ഷണം അറിയിച്ചതിൽ. പിന്നീട് ഈ ഒരു പിന്തുണയെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ നിയമപരമായി നേരിടുന്നതിനെ കുറിച്ചും ഇന്ന് കലാരംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഭവങ്ങളെ കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ഈ കടുത്ത അധിക്ഷേപം തന്നെയാണ് സത്യഭാമ RLV രാമകൃഷ്ണന് നേരെ ഉന്നയിച്ചത് എന്നതിൽ തർക്കമില്ല മനോജ്. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സാംസ്കാരിക കേരളം മാത്രമല്ല, കേരളത്തിലെ ഓരോ ജനവും ഉണർന്ന് അതിനെതിരെ പ്രതികരിക്കുന്നു എന്നത് കൂടിയാണ്. RLV രാമകൃഷ്ണനുള്ള പിന്തുണയേറുന്നു. കേരളം ആ ഒരു വിഷയത്തിൽ ഒറ്റക്കെട്ടായി എന്ന് വേണം പറയാൻ. ഈ RLV രാമകൃഷ്ണനെതിരെ ഇത്തരത്തിലൊരു പരാമർശം, അതായത് നിറത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അപമാനിച്ച സമയത്ത് കേരളത്തിലെ ജനത ഒന്നായി തന്നെ ഇതിനെതിരെ പ്രതികരണവുമായി രംഗത്ത് വന്നു. വലിയ പ്രതിഷേധമുണ്ടായി. അതിനുശേഷം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിരവധി പേർ ഇതിനെതിരെ, സത്യഭാമയ്ക്കെതിരെ പ്രസ്താവനകൾ നടത്തി. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടൽ, അത് സുരേഷ് ഗോപി രാവിലെ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇതിന്റെ മറവിൽ ചില രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ പലതും മൂടിക്കെട്ടുവാനുള്ള ഒരു ശ്രമവും കൂടെ നടക്കുന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്തായാലും ഈ പിന്തുണ ലഭിച്ചതിൽ, അതായത് രാമകൃഷ്ണന് ഇത്തരത്തിൽ ജാതീയപരമായിട്ടുള്ള അധിക്ഷേപം നേരിടേണ്ടി വന്നതിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുവാൻ വേണ്ടി ജനങ്ങൾ തയ്യാറായി. അതോടൊപ്പം തന്നെ കേരളത്തിലെ സിനിമാ മേഖലയിലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലുമുള്ളവരൊക്കെ രാമകൃഷ്ണന് പിന്തുണയുമായി എത്തി. എന്തായാലും നിയമ നടപടി സ്വീകരിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും രാമകൃഷ്ണനോട് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അദ്ദേഹവും മുൻകൈ എടുത്തുകൊണ്ട് ഈ വരും തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് താൻ നടത്തുന്നത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു. കാരണം താൻ പഠിപ്പിക്കുന്ന നിരവധി കുട്ടികളുണ്ട്, അവരിലൊന്നും താൻ ഇത്തരത്തിലൊരു വിവേചനം കണ്ടിട്ടില്ല. എന്നാലും സത്യഭാമ നടത്തിയിട്ടുള്ള ആ ഒരു പരാമർശം, അതായത് കറുത്ത
കുട്ടികളെ കൂടുതൽ മേക്കപ്പ് ഇടുവാൻ വേണ്ടി താൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അങ്ങനെയുള്ളവർക്ക് വേദി തെരുവിലാണെന്നും ഒക്കെയുള്ള പരാമർശം. എന്തായാലും അതൊക്കെ തന്നെ കേരള ജനത ഒന്നടങ്കം അതിനെതിരെ രംഗത്ത് വരേണ്ടതുണ്ട്. കൃത്യമായുള്ള പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സത്യഭാമ എന്നുള്ള ആ ഒരു പേരിൽ നിന്നും കലാമണ്ഡലം അത് ആ ഒരു സ്ഥാപനത്തിന് തന്നെ അപമാനമാണെന്നുള്ള കാര്യം അത് കലാമണ്ഡലത്തിലെ അധികൃതരും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സമയം RLV രാമകൃഷ്ണനോടൊപ്പം തന്നെയാണ് എല്ലാ മേഖലയിൽ നിന്നുള്ളവരും. അവരൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പിന്തുണ അദ്ദേഹത്തിന് നൽകുന്നുണ്ട്. അതോടൊപ്പം സുരേഷ് ഗോപിയും അദ്ദേഹത്തിന് ക്ഷണം നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു കലാരൂപം അത് തന്റെ ക്ഷേത്രത്തിൽ തന്റെ ഭഗവതിയുടെ മുന്നിൽ അത് അവതരിപ്പിക്കണമെന്നുള്ള ഒരു കാര്യം കൂടെ അദ്ദേഹം രാമകൃഷ്ണനോട് പറഞ്ഞു. എന്തായാലും വളരെയധികം സന്തോഷപൂർവ്വം തന്നെ RLV രാമകൃഷ്ണനും ആ ഒരു ക്ഷണം സ്വീകരിച്ചു. അതോടൊപ്പം തന്നെ ഈ പിന്തുണ കിട്ടുന്നതിനും അദ്ദേഹം എല്ലാവരോടും നന്ദിയും പറയുന്നുണ്ട്. കാരണം ഇത്തരം വിവേചനങ്ങൾ, അതായത് ഇനി ഈ ഒരു കേരള സമൂഹത്തിൽ, കാരണം ഈ ഒരു കാലഘട്ടം അറിയാം, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ കലാരംഗത്തേക്ക് വരുന്ന സമയത്ത് ഇത്തരം ഒരു അധിക്ഷേപം നേരിടേണ്ടി വന്നാൽ ഇനി വരും തലമുറയ്ക്കും ഇത് തന്നെയായിരിക്കും സ്ഥിതി. അതിൽ നിന്നും ഒരു മാറ്റം വരണമെന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസവും ജനജീവയോട് അദ്ദേഹം പ്രതികരിക്കുമ്പോൾ പറഞ്ഞ കാര്യമാണ്, കലാരംഗത്ത് മാത്രമല്ല മറ്റ് മേഖലകളിലും ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങളും അതുപോലെ തന്നെ അവഗണനകളും നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ മാറി വരേണ്ടത് തന്നെയാണ്. കാരണം ഈ നമ്മൾ കേരളം നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഈ അവഹേളനങ്ങൾ, അതായത് ജാതീയപരമായിട്ടും നിറത്തിന്റെ പേരിലുമുള്ള അവഹേളനങ്ങൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് കലാരംഗത്ത് മാത്രമല്ല. എന്തായാലും അതിനെതിരെയൊക്കെ തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. അതൊക്കെ തന്നെ മാറേണ്ടതാണ്. കാരണം വരും തലമുറയ്ക്ക് ഇനി ഇവിടെ ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു അധിക്ഷേപത്തിന്റെ ഒരു അവഗണനയും ഇല്ലാതെ ജീവിക്കണമെങ്കിൽ അതിനെതിരെ നമ്മൾ രംഗത്ത് സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് രാമകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുള്ളത്. മനോജാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.